എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സിംഗിൾ സെലക്ട് ഡ്രോപ്പ് ഡൗൺ സെലീനിയത്തിലെ സെലക്ട് ക്ലാസ് യൂസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമേ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ഫീൽഡ് എന്താണെന്ന് നോക്കാം. എ ഡ്രോപ്പ് ഡൗൺ ഫീൽഡ് ഈസ് എ ഫോം എലമെന്റ് ദാറ്റ് presents a list of options to a user as a drop down menu. The user can select a single option from the menu by clicking on it. The selected option is then displayed in the drop down field. ഡ്രോപ്പ് ഡൗൺ ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഫോം എലമെന്റ് ആണ്. ആ ഫോം എലമെന്റിനകത്ത് ഒരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് യൂസറിന് അവൈലബിൾ ആയിട്ട് കാണും. ആ ലിസ്റ്റ് ഓഫ് ഓപ്ഷനിൽ നിന്ന് യൂസർക്ക് ഒരു വാല്യൂ സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്യുന്ന വാല്യൂ ഡ്രോപ്പ് ഡൗണിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അതാണ് ഡ്രോപ്പ് ഡൗണിന്റെ ഒരു ഫങ്ഷണാലിറ്റി. ഇനി 2 ടൈപ്സ് ഓഫ് ഡ്രോപ്പ് ഡൗൺ ആണ് ഉള്ളത്. ഒന്ന് സിംഗിൾ സെലക്ട്, സെക്കൻഡ് മൾട്ടി സെലക്ട്. സിംഗിൾ സെലക്ട് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ആ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഒരു വാല്യൂ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടി സെലക്ടിന്റെ കേസിൽ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ വാല്യൂസ് ഡ്രോപ്പ് ഡൗണിൽ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡ്രോപ്പ് ഡൗൺ സിംഗിൾ സെലക്ട് ആയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ ഹാൻഡിൽ ചെയ്യാനാണ്. ടെസ്റ്റ് URL ഇതാണ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ URL ഞാൻ ഓൾറെഡി ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ഡ്രോപ്പ് ഡൗൺ ആണ് ഓൾഡ് സ്റ്റൈൽ സെലക്ട് മെനു എന്നുള്ളത്. അപ്പം ഈ ഡ്രോപ്പ് ഡൗണെ ക്ലിക്ക് ചെയ്തതിനകത്ത് മൾട്ടിപ്പിൾ കളേഴ്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ സെലീനിയത്തിലെ സെലക്ട് ക്ലാസ് യൂസ് ചെയ്ത് ഈ ഡ്രോപ്പ് ഡൗണിലെ വാല്യൂസ് സെലക്ട് ചെയ്യും. അപ്പം സെലീനിയത്തിലെ സെലക്ട് ക്ലാസ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു പ്രീറിക്വസൈറ്റ് ഉണ്ട്. അത് ഈ പർട്ടിക്കുലർ ഫോം എലമെന്റ് ഇൻസ്പെക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ടാഗ് സെലക്ട് ടാഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സെലീനിയത്തിലെ സെലക്ട് ക്ലാസ് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ഈ പർട്ടിക്കുലർ ഡ്രോപ്പ് ഡൗണിന്റെ ടാഗ് സെലക്ട് ആണ്. അതിന്റെ ലൊക്കേറ്റർ നമുക്ക് ID യൂസ് ചെയ്യാൻ പറ്റും. ഓൾഡ് സെലക്ട് മെനു എന്നുള്ളതാണ് ലൊക്കേറ്റർ. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഞാൻ എക്ലിപ്സ് ID ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. com.test എന്നുള്ള പാക്കേജിനകത്ത് ഹാൻഡിൽ സിംഗിൾ സെലക്ട് ഡ്രോപ്പ് ഡൗൺ യൂസിങ് സെലക്ട് ക്ലാസ് എന്ന് പറഞ്ഞൊരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അത് പിന്നെ യൂഷ്വൽ കോഡ് ബ്രൗസർ ലോഞ്ച് ചെയ്യുന്ന ആ കോഡും URL ലോഞ്ച് ചെയ്യുന്ന കോഡും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ട് എന്ന സെലീനിയത്തെ ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഇമ്പോർട്ട് ചെയ്യുവാണ് സെലക്ട് എന്നുള്ള ക്ലാസ്. അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് കൊടുത്തു, സെലക്ട് എന്ന് പറഞ്ഞ്. അതിനുശേഷം ന്യൂ കീവേഡ് യൂസ് ചെയ്ത ശേഷം വീണ്ടും സെലക്ട് കൊടുത്തു. അപ്പം സെലക്ട് എന്ന ക്ലാസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വെബ് എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ID നമ്മൾ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ കണ്ടു ആ പർട്ടിക്കുലർ ഡ്രോപ്പ് ഡൗണിന്റെ ലൊക്കേറ്റർ ID അവൈലബിൾ ആണ്. IDയുടെ വാല്യൂ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓൾഡ് സെലക്ട് മെനു എന്നുള്ളതാണ് IDയുടെ വാല്യൂ. ഇനി ഈ ഒബ്ജക്റ്റ് റെഫറൻസ് യൂസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. 3 മെത്തേഡ്സ് അവൈലബിൾ ആണ്. സെലക്ട് ഡോട്ട് സെലക്ട് ബൈ ഇൻഡെക്സ്. അപ്പം ഈ മെത്തേഡ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻറ്റീജർ ആർഗ്യുമെന്റ് ആണ്. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെലക്ട് ബൈ വാല്യൂ ആണ്. ഇതൊരു സ്ട്രിംഗ് ആർഗ്യുമെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത് സെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ് ആണ്. അപ്പൊ ഇതും ഒരു സ്ട്രിംഗ് ആർഗ്യുമെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഇൻഡെക്സ് ആണ്. അറേയിലെ ഇൻഡെക്സിങ് കൺസെപ്റ്റ് പോലെ തന്നെയാണ്. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0ത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ കേസിൽ 0th ഇൻഡെക്സിലുള്ള റെഡ് ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. HTML ഡോമിനകത്ത് നോക്കിയാൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് റെഡ് ആണ്. ഓപ്ഷൻ എന്നുള്ള ടാഗ് യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇൻഡെക്സിലുള്ളത് ബ്ലൂ, അടുത്ത ഇൻഡെക്സിലുള്ളത് ഗ്രീൻ. അതായത് നമുക്കിനി ബ്ലൂ എന്ന വാല്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ 1 എന്നുള്ള ഇൻഡെക്സ് ആണ് പാസ് ചെയ്യേണ്ടത്. ഞാൻ ആ ഇൻഡെക്സ് പാസ് ചെയ്യുവാണ്. 1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാനൊരു ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുക്കുവാണ്. സെക്കൻഡിന്റെ ഒരു ത്രെഡ് ഡോട്ട് സ്ലീപ്പാണ് കൊടുക്കുന്നത്. ഞാൻ 3000 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ്. ഇതേ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് URL ലോഡ് ആയ ശേഷവും കൊടുക്കുവാണ്. ഇനി നമുക്ക്
സെലക്ട് എന്ന ഒബ്ജക്ട് റെഫറൻസ് യൂസ് ചെയ്ത് സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യാം. സെലക്ട് ഡോട്ട് സെലക്ട് ബൈ വാല്യൂ. വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓപ്ഷൻ എന്ന ടാഗിനകത്തെ വാല്യൂ ആട്രിബ്യൂട്ട് ആണ്. അപ്പം ഈ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആണ് നമ്മൾ ആ മെത്തേഡിനകത്ത് പാസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഇനി പാസ് ചെയ്യുന്നത് 2 എന്നുള്ള സ്ട്രിങ് വാല്യൂ ആണ്. അപ്പൊ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഗ്രീൻ എന്നുള്ള കളർ ഡ്രോപ്പ് ഡൗണിൽ സെലക്ട് ആവും. 3 എന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ സെലക്ട് ആവും. 5 എന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് സെലക്ട് ആവും. അപ്പം സെലക്ട് ബൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് സെലക്ട് ബൈ വാല്യൂ എന്ന് മെത്തേഡിനകത്ത് പാസ് ചെയ്യേണ്ടത്. അപ്പൊ വൈറ്റ് ആ സെലക്ട് ചെയ്യേണ്ടത് സ്ട്രിങ് ആയിട്ടുള്ള 6 എന്ന് പാസ് ചെയ്യണം. ഞാൻ പാസ് ചെയ്യാൻ പോകുന്നത് 2 എന്നുള്ള വാല്യൂ ആണ്. അപ്പം ഗ്രീൻ കളർ ആയിരിക്കണം ഡ്രോപ്പ് ഡൗണിൽ സെലക്ട് ആയി വരേണ്ടത്. എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം വീണ്ടും ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുത്തു. ഞാൻ ഈ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുക്കുന്ന എക്സിക്യൂഷൻ സമയത്ത് ആ ചേഞ്ചസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആകാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് സെലക്ടിലെ മെത്തേഡ് യൂസ് ചെയ്യാം. സെലക്ട് ഡോട്ട് സെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ്. വിസിബിൾ ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ കാണുന്ന ഡ്രോപ്പ് ഡൗണിലെ വാല്യൂസ് ആണ്. അത് അതേപടി കൊടുക്കണം. അതായത് ഈ ഡ്രോപ്പ് ഡൗണിൽ കൊടുത്തിരിക്കുന്ന റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. അപ്പം യെല്ലോ ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ലെറ്റർ വൈ ക്യാപ്സ് ആയിട്ട് തന്നെ കൊടുക്കണം, എങ്കിൽ മാത്രമേ സെലക്ട് ആവുള്ളൂ. ഞാൻ യെല്ലോ കൊടുക്കുവാണ്. ഇവിടെ ഈ വാല്യൂ എന്താണ് കൊടുത്തിരിക്കുന്നത് അതാണ് വിസിബിൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട് എൻഡിൽ കാണുന്നതാണ്. അപ്പം ഞാൻ യെല്ലോ എന്ന വാല്യൂ ആണ് സെലക്ട് ചെയ്യുന്നത്. അതേ ടെക്സ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഫ്രണ്ട് എൻഡ് എങ്ങനെ കാണുന്നോ അതേ വാല്യൂ ആയിരിക്കണം നമ്മൾ ആ മെത്തേഡിനകത്ത് കൊടുക്കാൻ. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുത്തു. ഇനി നമുക്ക് ഈ ക്ലാസ് ഫയൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ URL ലോഡ് ആവും. അതിനുശേഷം നമ്മൾ ഒരു ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുത്തിട്ടുണ്ട്. 3 സെക്കൻഡിന് ശേഷം ഫസ്റ്റ് കളർ ആയ ബ്ലൂ സെലക്ട് ആവും. അതിനുശേഷം ഗ്രീൻ സെലക്ട് ആവും. അതിനുശേഷം യെല്ലോ സെലക്ട് ആവും. ഈ 3 സെലക്ഷൻ ഇടയ്ക്കും നമ്മളൊരു 3 സെക്കൻഡ്സിന്റെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റാറ്റിക് വെയിറ്റ്. ഇനി നമുക്ക് ഈ ക്ലാസ് ഫയൽ ഒന്ന് റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. വെബ്സൈറ്റ് ലോഡായി. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾഡ് സ്റ്റൈൽ സെലക്ട് മെനു എന്നുള്ളത് ബ്ലൂ ആയി. ആദ്യമേ റെഡ് ആയിരുന്നു. 3 സെക്കൻഡിന് ശേഷം ഗ്രീൻ ആയി. വീണ്ടും 3 സെക്കൻഡിന് ശേഷം യെല്ലോ ആയി. 3 സെക്കൻഡിന് ശേഷം ക്ലോസും ആയി. അപ്പം ഇങ്ങനെയാണ് സിംഗിൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ സെലീനിയത്തിലെ സെലക്ട് ക്ലാസ് യൂസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഡ്രോപ്പ് ഡൗണിന്റെ ടാഗ് സെലക്ട് എന്നായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സെലക്ട് എന്ന ക്ലാസ് സെലീനിയത്തിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 3 മെത്തേഡ്സ് സെലക്ട് ക്ലാസ് സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെലക്ട് ബൈ ഇൻഡെക്സ്, അതൊരു ഇന്റീജർ ആർഗ്യുമെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത സെലക്ട് ബൈ വാല്യൂ, ഇതൊരു സ്ട്രിംഗ് ആർഗ്യുമെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വാല്യൂ എന്ന ആട്രിബ്യൂട്ടിനകത്ത് വന്നിരിക്കുന്ന വാല്യൂ ആണ് ഈ മെത്തേഡിനകത്ത് പാസ് ചെയ്യേണ്ടത്. അടുത്ത് സെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ്, ഫ്രണ്ട് എൻഡിൽ കാണുന്ന വാല്യൂസ് അതേപടി നമ്മൾ കൊടുക്കുക. അതനുസരിച്ച് ഡ്രോപ്പ് ഡൗണിൽ വാല്യൂ സെലക്ട് ആവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സ് ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.